ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നതാണ് ഈ വർഷത്തെ ലഹരി വിരുദ്ധ ദിന സന്ദേശം. ലോകമെമ്പാടുമുള്ളവരെ നേരിട്ടുമല്ലാതെയും ബാധിക്കുന്ന വിപത്താണ് ലഹരിയുടെ ഉപയോഗവും കടത്തും. ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായുള്ള പ്രവർത്തനത്തിൽ അണിനിരത്തുന്നതിനായാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള വിയറ്റ്നാം ആസ്ഥാനമായുള്ള UNODC എന്ന ഘടകമാണ് ദിനാചരണം ഏകോപിപ്പിക്കുന്നത്. 1987 ഓസ്ട്രേലിയയിലെ വിയറ്റ്നാം ഉച്ചകോടിയിൽ ലഹരിക്കെതിരായുള്ള ഒരു ദിനാചരണത്തിന്റെ ആവശ്യമുയരുകയും തുടർന്ന് ജൂൺ 26 മുതൽ ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരികയുമാണ്. ചൈനയിലെ ഗ്വാങ്ഡങ്ങിൽ കറുപ്പ് നിരോധിക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയ നേതാവായിരുന്ന ലിൻസെക്സ് നടത്തിയ പോരാട്ടത്തിനുള്ള ആദരം എന്ന നിലയിലാണ് ലഹരി വിരുദ്ധ ദിനം തീരുമാനിക്കപ്പെട്ടത്. മദ്യവും മയക്കുമരുന്നും സമൂഹത്തെ അർബുദം പോലെ കാർന്നു തിന്നുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ലഹരി വിരുദ്ധ ദിനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ന്യൂജൻ മയക്കുമരുന്നുകൾ ഇടതടവില്ലാതെ ഒഴുകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നിയമ സംവിധാനങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നതും ഇന്ന് നാം കാണുകയാണ്. തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും അടക്കം കേന്ദ്രീകരിച്ച് വൻതോതിൽ രാസലഹരികൾ ഒഴുകുന്നത് നിത്യേന നാം കാണുന്നുണ്ട്. കലാലയങ്ങളിലും ഹോസ്റ്റലുകളിലും ലഹരി മാഫിയ പിടിമുറുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും എന്നത് ഏറെ പ്രസക്തമായ ചോദ്യമാണ്. ലോകമെമ്പാടും ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും നാൾക്ക് നാൾ വർദ്ധിക്കുമ്പോൾ അതിന്റെ ദൂഷ്യം അനുഭവിക്കുന്നത് ഈ സമൂഹം കൂടിയാണ്. ഓരോ ലഹരി വിരുദ്ധ ദിനത്തിലും ഒരാചാരം പോലെ പ്രതിജ്ഞ എടുക്കലല്ലാതെ ഈ മാരക വിപത്തിനെ പ്രതിരോധിക്കാനും ചെറുത്തു തോൽപ്പിക്കാനും ക്രിയാത്മകമായി എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് വരും തലമുറയോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായി മാറും. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.